നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പൂരത്തിനെത്തിച്ച ആന വിരണ്ടത് പരിഭ്രാന്തി പരത്തി. പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ എന്ന ആന പാണ്ടി സമൂഹം മഠം MG റോഡിലേക്കുള്ള വഴിയാണ് വിരണ്ടോടിയത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് ഉപയോക്താവിന്റെ കമന്റിന് മറുപടിയുമായി മന്ത്രി R ബിന്ദു രംഗത്ത്. ബിജോയ് എരനേഴത്ത് എന്നയാൾക്ക് മറുപടിയുമായാണ് മന്ത്രി രംഗത്തെത്തിയത്. മാള ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ശ്രീരാമക്ഷേത്ര ഹനുമാൻ സന്നിധിയിൽ ബലിക്കൽപുര വലിയമ്പലം ഭജനമഠം എന്നിവയുടെ സമർപ്പണ ചടങ്ങ് നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പൂരത്തിനെത്തിച്ച ആന വിരണ്ടത് പരിഭ്രാന്തി പരത്തി. പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ എന്ന ആന പാണ്ടി സമൂഹം മഠം MG റോഡിലേക്കുള്ള വഴിയാണ് വിരണ്ടോടിയത്. എലിഫന്റ് സ്ക്വാഡ് ഉടൻ സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണ വിധേയമാക്കി. ഇന്ന് പുലർച്ചെ 2:15 സംഭവം. പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ എന്ന ആന പാണ്ടി സമൂഹം മഠം MG റോഡിലേക്കുള്ള വഴിയാണ് വിരണ്ടോടിയത്. വെടിക്കെട്ട് കാണാനെത്തിയവർ റോഡിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു ആന ഇടഞ്ഞത്. ശബ്ദം കേട്ട് എഴുന്നേറ്റോടുന്നതിനിടയിൽ നിരവധി പേർക്ക് ആളുകളുടെ ചവിട്ടേറ്റു. എലിഫന്റ് സ്ക്വാഡ് ഉടൻ സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണ വിധേയമാക്കി. റവന്യൂ മന്ത്രി K രാജൻ കൺട്രോൾ റൂമിലിരുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. തിരക്കിൽ സാരമല്ലാത്ത പരിക്കേറ്റ 42 പേരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. ഏറ്റവും വേഗതയിൽ ആന തളച്ചിട്ടുണ്ട്. ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല. ജനറൽ ആശുപത്രിയിലുണ്ട്. ജനറൽ ആശുപത്രിയിൽ ഏതാണ്ട് 24ഓളം ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. 2 ദേവിമാരുടെയും പാറമേക്കാവ് ദേവിയുടെ സാധാരണത്തെ പോലെ മണികണ്ഠനാൽ പന്തലിലും അതുപോലെ തന്നെ തിരുവമ്പാടി ഭഗവതിയുടെ നായ്ക്കനാൽ പന്തലിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വേറെ അപകടങ്ങളൊന്നുമില്ല. തിരുവമ്പാടിയാണ് ആദ്യം വെടിക്കെട്ടിന് തിരികൊളുത്തുക. അവിടെ മരുന്നിടൽ നടപടി 3 മണിക്ക് തന്നെ ആരംഭിക്കും. നഗരത്തിൽ നിന്ന് ആളുകളെ പോലീസ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാറ്റി വെക്കുന്നതുണ്ട്. നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ എന്നതൊഴിച്ചാൽ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രശ്നങ്ങളുമില്ല. ആനയെ പൂർണ്ണമായിട്ടും തളച്ചിട്ടുണ്ട്. അനാവശ്യമായ ആശങ്കകൾ ഒരു മേഖലയിലും വേണ്ട. മീഡിയ ടൈം തൃശൂർ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് ഉപയോക്താവിന്റെ കമന്റിന് മറുപടിയുമായി മന്ത്രി R ബിന്ദു രംഗത്ത്. ബിജോയ് എരനേഴത്ത് എന്നയാൾക്ക് മറുപടിയുമായാണ് മന്ത്രി രംഗത്തെത്തിയത്. കേരളവർമ്മയിൽ ജോലി ചെയ്യുമ്പോൾ പോലും ടീച്ചർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണെന്നായിരുന്നു ഇയാളുടെ കമന്റ്. പിന്നാലെ മന്ത്രിയും രംഗത്തെത്തി. എടോ, ഞാൻ പൂരം കാണുക മാത്രമല്ല 5 കൊല്ലം തൃശൂർ മേയറായി പൂരം നടത്താൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾ വരുന്ന പൂരത്തിന് താൻ ബിന്ദു ടീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അല്ലേ? താനൊക്കെ എവിടെ നിന്ന് വരുന്നു? മന്ത്രി കുറിച്ചു. മാള ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ശ്രീരാമക്ഷേത്ര ഹനുമാൻ സന്നിധിയിൽ ബലിക്കൽപുര വലിയമ്പലം ഭജനമണ്ഡപം എന്നിവയുടെ സമർപ്പണ ചടങ്ങ് നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. TN മുരളീധരൻ പൊന്നാടയണിയിച്ച് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. ചടങ്ങിൽ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരിപ്പാട്, BJP തൃശൂർ ജില്ലാ സൗത്ത് പ്രസിഡന്റ് AN ശ്രീകുമാർ, മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പാണാട്, ജനറൽ സെക്രട്ടറിമാരായ ഷാജു മറ്റത്തിൽ, CS അനൂപ്, BJP അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തികേയൻ, ക്ഷേത്ര ഭാരവാഹികളായ TN പ്രകാശ്, TN മുരളീധരൻ, ദീപു N മംഗലം, EK കേശവൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിലും സ്വീകരണം നൽകി. മന്ത്രി അരി, അവിൽ, മലർപ്പറകൾ സമർപ്പിച്ചു. ഹനുമാൻ സ്വാമിക്ക് കദളിക്കുലയും വെറ്റിലമാലയും ഭഗവാന് തുളസിമാലയും താമരപ്പൂവും സമർപ്പിച്ചു. ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് ബലിക്കൽപുര വലിയമ്പലം ഭജനമണ്ഡപം എന്നിവയുടെ സമർപ്പണ ചടങ്ങ് നടന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഇന്ത്യൻ കേബിൾ TV വ്യവസായത്തിന് അമൂല്യ സംഭാവനകൾ നൽകുകയും ചെയ്ത നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് 9 ആണ്ട്. NH അൻവർ ഓർമ്മ ദിനമായ ഇന്ന് കേബിൾ ദിനമായി ആചരിക്കുകയാണ്. NH അൻവർ അനുസ്മരണം മാളയിൽ നടന്നു. COA മാള മേഖലാ ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് PS സുബിതൻ പതാക ഉയർത്തി. NH അൻവർ ദിനമായിട്ട് കേബിൾ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇന്ന് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അനുസ്മരണ യോഗം നടത്തുന്നുണ്ട്. 3 മണിക്കാണ്. അതിലെല്ലാ ഓപ്പറേറ്റർമാരും പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NH അൻവർ എന്ന് പറഞ്ഞ ഒരു മഹാവ്യക്തിയില്ലെങ്കിൽ ഇന്ന് ഈ സംഘടന ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇന്ന് ഒരു കുടക്കീഴിൽ പണിയാനും എല്ലാത്തിനും ഉണ്ടായ ഒരു കാരണം. അതിനു വേണ്ടിയിട്ടാണ് NH അൻവർ ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്.
ആ ട്രസ്റ്റിൻ്റെ കീഴിൽ കുറേ കാരുണ്യ പ്രവർത്തനങ്ങളും ഇപ്പോൾ വയനാട് പോലെ ദുരന്തമുണ്ടായ മേഖലകളിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് എല്ലായിടത്തും നമ്മ അൻവറിനെ ഓർത്തുകൊണ്ട് ഈ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തുകയാണ്. സെക്രട്ടറി CP പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവർ അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്ന് ആ ദിവസം കേബിൾ TV പ്രസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച് നേതൃത്വം നൽകിയിട്ടുള്ള ഈ നമ്മുടെ സംഘടന ഇത്രയും വളർച്ചയുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനം ഇന്ന് കേബിൾ TV ദിനമായിട്ട് മെയ് 7-ാം തീയതി നമ്മൾ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എല്ലാ ഓഫീസുകളിലും പതാക ഉയർത്തുന്നത്. കേരള വിഷൻ മാള ഓഫീസ് ജീവനക്കാർ പങ്കെടുത്തു. ചാലക്കുടി സാരപക്ഷം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആദ്യകാല പ്രവർത്തകരായിരുന്ന OK അബ്ദുൽ ഖാദർ, PM കുട്ടൻ എന്നിവരെ അനുസ്മരിക്കും. അനുസ്മരണ ചടങ്ങ് മെയ് 11 ഞായർ ഉച്ചകഴിഞ്ഞ് 3:30 കൊരട്ടി വളപ്പി അന്നം ഹാളിൽ KK രമ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ മാധ്യമ സമ്പാദകൻ NM പിയേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തും. ഭാരവാഹികളായ CK വേലായുധൻ, TP സുധീർ, EP പ്രവീൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ഒരു കാലഘട്ടത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായിട്ട് വർത്തിച്ചിരുന്ന അതിൻ്റെ സംഘാടകരും പ്രാസംഗികരും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയ നേതാക്കന്മാരായിരുന്ന OK അബ്ദുൽ ഖാദർ, PM കുട്ടൻ എന്നിവരുടെ അനുസ്മരണം എല്ലാ വർഷവും സാരപക്ഷം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ വർഷം മെയ് 11 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കൊരട്ടി വളപ്പി അന്നം ഹാളിൽ വെച്ചാണ് അനുസ്മരണ പരിപാടി നടക്കുന്നത്. അനുസ്മരണ പരിപാടി ഈ വർഷം ഉദ്ഘാടനം ചെയ്യുന്നത് വടകര MLA സഖാവ് KK രമയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരത്തിനെത്തിച്ച ആന വിരണ്ടത് പരിഭ്രാന്തി പരത്തി. പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ എന്ന ആന പാണ്ടി സമൂഹം മഠം MG റോഡിലേക്കുള്ള വഴിയാണ് വിരണ്ടോടിയത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് ഉപയോക്താവിന്റെ കമന്റിന് മറുപടിയുമായി മന്ത്രി R ബിന്ദു രംഗത്ത്. ബിജോയ് എരനേഴത്ത് എന്നയാൾക്ക് മറുപടിയുമായാണ് മന്ത്രി രംഗത്തെത്തിയത്. മാള ആലത്തൂർ ശ്രീ മഹാവിഷ്ണു ശ്രീരാമക്ഷേത്ര ഹനുമാൻ സന്നിധിയിൽ ബലിക്കൽപുര വലിയമ്പലം ഭജനമഠം എന്നിവയുടെ സമർപ്പണ ചടങ്ങ് നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.